ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഇഡ്ഡലി മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവാളയാണ് അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഇഡ്ഡലി ഉണ്ടോ അതിനനുസരിച്ച് സവാള അരിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് സവാള വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് സവാള വഴറ്റാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും വേപ്പിലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സവാളയ്ക്ക് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തേക്കണേ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇനി മസാലയ്ക്ക് നന്നായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞെടുത്ത ഇഡ്ഡലി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.